കായംകുളം മണ്ഡലത്തിലേക്ക് 134.50 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി യു പ്രതിഭ എംഎൽഎ അറിയിച്ചു. വിവിധ സ്കൂളുകൾക്കുള്ള കെട്ടിട നിർമ്മാണം, റോഡ് പാലം നിർമ്മാണ വികസനം, കനാൽ നവീകരണം, കൃഷ്ണപുരം തോപ്പിൽ ഫാസി ഓഡിറ്റോറിയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങിയവയ്ക്കുള്ള തുക ബജറ്റിലും വിവിധ പദ്ധതികൾ ബജറ്റ് ടോക്കൺ പ്രൊവിഷനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു. കായംകുളം മണ്ഡലത്തിലേക്ക് 134.50 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ അറിയിച്ചു. KSTPയുടെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായംകുളം പത്തനാപുരം റോഡ്, കായംകുളം തിരുവല്ല റോഡ് എന്നിവയുടെ നവീകരണം, മലയൻ കനാൽ, കരിപ്പുഴ തോടുകളുടെ പുനരുദ്ധാരണത്തിന് 40 കോടി രൂപയുടെ പദ്ധതി, നാടക ഇതിഹാസങ്ങളെ ആദരിക്കുന്ന 2.50 കോടി രൂപയുടെ നാടകഗ്രഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷ്ണപുരം തോപ്പിൽ ഫാസി ഓഡിറ്റോറിയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, വിവിധ ഗ്രന്ഥശാലകൾ ഹൈടെക് ആക്കുന്നതിന് 1 കോടി രൂപ, ഗ്രാമപഞ്ചായത്തിനെയും നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 5 കോടി രൂപ, ചെട്ടികുളങ്ങര കൂനംകുളങ്ങരച്ചിറ ഇൻഡോർ സ്റ്റേഡിയത്തിന് 1 കോടി രൂപ, ദേവികുളങ്ങര GSRVLPSന് കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ, കായംകുളം ഗവൺമെന്റ് UPS കെട്ടിടത്തിന് 1 കോടി രൂപ, ഭരണിക്കാവ് TM വർഗീസ് റോഡിലുള്ള ചേരാവള്ളി പാലത്തിന് 2 കോടി രൂപ എന്നിവയ്ക്കാണ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ ബജറ്റ് ടോക്കൺ പ്രൊവിഷനിൽ ഉൾപ്പെടുത്തി BEd സെന്റർ കെട്ടിടത്തിന് 5 കോടി രൂപ, പത്തിയൂർ കീരിക്കാട് LPSന് 1 കോടി രൂപ, കായംകുളം മണ്ഡലത്തിലെ കുടിവെള്ള വിതരണം സുഗമമാക്കുന്നതിന് വാട്ടർ പമ്പിംഗ് മെയിൻ സ്ഥാപിക്കുന്നതിന് 30 കോടി രൂപ, ചെട്ടികുളങ്ങര തെക്കേക്കര LPS കെട്ടിടത്തിന് 2 കോടി രൂപ, ഗവൺമെന്റ് LPS എരുവ സൗത്തിന് കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ, ദേവികുളങ്ങര പോച്ചയിൽ പാലത്തിന് 5 കോടി രൂപ, ചെട്ടികുളങ്ങര തെക്കേക്കര LPS കെട്ടിടത്തിന് 1 കോടി രൂപ, കണ്ടല്ലൂർ കൃഷിഭവൻ കെട്ടിടത്തിന് 1 കോടി രൂപ, ദേവികുളങ്ങര പുതുപ്പള്ളി നോർത്ത് UPSന് കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ, TM ചിറ പാലം വികസനത്തിന് 30 കോടി രൂപ, ചെട്ടികുളങ്ങര ഗവൺമെന്റ് LPS കെട്ടിടത്തിന് 2 കോടി രൂപ, ഗവൺമെന്റ് LPS പേള കെട്ടിടത്തിന് 1 കോടി രൂപ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. CDNet ന്യൂസ്, കായംകുളം.